ാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്കും യൂത്ത് കോൺഗ്രസ് ശവപ്പെട്ടിയുമായി എത്തുകയുണ്ടായി. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തൃശൂർ DM ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ KSUവും പ്രതിഷേധിച്ചു. ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷിജോ, തിരുവനന്തപുരത്ത് എവിടെയൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായത്? മാർച്ച് വലിയ രീതിയിൽ സംഘർഷത്തിൽ കലാശിക്കുന്നതാണോ കാണാൻ കഴിഞ്ഞത്? ദിവ്യ, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞ് വീണ് ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധമാണ് നടന്നു വരുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയായ സൈക്കാട് ഹൗസിന് മുമ്പിൽ RYFന്റെ പ്രതിഷേധമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. RYF പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുമ്പിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ ആരോഗ്യവകുപ്പിന് ആദരാഞ്ജലികൾ എന്നെഴുതിയ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ശവമഞ്ചവും ഏന്തിയാണ് RYF പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായിട്ട് എത്തിയത്. നേരത്തെ BJP പ്രവർത്തകരും പ്രതിഷേധമായിട്ട് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലേക്ക് എത്തിയിരുന്നു. BJP പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ വലിയ പ്രതിഷേധം വീണ ജോർജിനെതിരെ നടക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. നേരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് RYF പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് എത്തിയത്. പിന്നാലെ വിവിധ കേന്ദ്രങ്ങളിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അനക്സ് ക്യൂബിന് സമീപം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധം അരങ്ങേറുന്നത്. ഇപ്പോൾ RYF പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ പോലീസ് ബാരിക്കേഡ് വലിയ ബന്ദോബസ്ത് തീർത്തിട്ടുണ്ട്. ആ ബന്ദോബസ്തിന് മുമ്പിൽ ബാരിക്കേഡിന് മുമ്പിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. RYFന്റെ പ്രതിഷേധം കഴിഞ്ഞാൽ ഉടൻ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കൂടി പ്രതിഷേധം ഈ ഔദ്യോഗിക വസതിയിലേക്ക് പ്രവർത്തകർ വരുന്നുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം തന്നെ. അതായത് ഷിജോ, ഇടതടവില്ലാതെ ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രതിഷേധ പ്രകടനങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയാണല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് മുമ്പെങ്ങും ഇതുപോലൊരു പ്രതിഷേധം ഒരു മന്ത്രിക്ക് നേരെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ആരോഗ്യമന്ത്രിയെ ഒരു തരത്തിലും അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ, പ്രവർത്തകരുടെ, സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. നേരത്തെ ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ കാര്യമുണ്ട്. മന്ത്രി അർഹതയല്ല, രാജിവെച്ച് പുറത്തു പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടിയിൽ തന്നെ, കോൺഗ്രസിലെ തന്നെ വിവിധ പ്രതിപക്ഷ സംഘടനകൾ, യുവജന സംഘടനകൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. ഇന്നിപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നു. മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പ്രതിഷേധമുണ്ടാകുന്നു. തുടർച്ചയായിട്ട് ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം തന്നെ തീർക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിന്റെ തുടർച്ച ഇന്നലെ മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അത് എന്നും തുടരുകയാണ്. വരും ദിവസങ്ങളിലും ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം തുടരുമെന്ന് മറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും BJPയും മഹിളാ മോർച്ചയും അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ RYFന്റെ പ്രതിഷേധമാണ് നമ്മൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ നിന്ന് കാണുന്നത്. അല്പസമയത്തിനകം യൂത്ത് ലീഗ് കൂടി ഇവിടേക്ക് വരുന്നതോടുകൂടി പ്രതിഷേധം വലിയ ഒരു പ്രതിഷേധ തിര തന്നെ ഇവിടെ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ലാത്തതാണ്. ആരോഗ്യമന്ത്രിക്ക് വലിയ സുരക്ഷ കൂടി ഒരുക്കിയിട്ടുണ്ട്. മന്ത്രിയുടെ വീട്ടിലും മന്ത്രിയുടെ ഓഫീസിലടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിക്ക് വലിയ സുരക്ഷ ഒരുക്കിയാണ് ആരോഗ്യമന്ത്രിയെ പോലീസ് ഓഫീസിലേക്കും തിരികെ ഔദ്യോഗിക വസതിയിലേക്കും കൊണ്ടുവരുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. അല്പസമയത്തിനകം മറ്റൊരു പ്രതിഷേധം കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തകരെ തടയാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. പ്രവർത്തകർക്ക് നേരെ ബാരിക്കേഡ് കെട്ടി ഉയർത്തി പോലീസ് പ്രവർത്തകരെ തടയുകയാണ്. പക്ഷേ ഇപ്പോൾ പ്രവർത്തകർ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്തോടുകൂടി പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ക്രമീകരണത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞ് വീണ ഒരു സ്ത്രീ മരിക്കേണ്ട സംഭവത്തിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മന്ത്രിക്കെതിരായിട്ടുള്ള
വലിയ പ്രതിഷേധം നടക്കുന്നത്. മന്ത്രി ഇന്നലെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അതിന്റെ പേരിലാണ് വലിയ പ്രതിഷേധം. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു വന്നിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം അതിന് കൂടുതൽ കരുത്തു പകരുന്ന, ആ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ളത്. തീർത്തും ആരോഗ്യവകുപ്പിന്റെ വീഴ്ച കൊണ്ടാണ് അത്തരം ഒരു സംഭവം നടന്നത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പ്രതിപക്ഷമടക്കമുള്ള പാർട്ടികൾ പറയുന്നുണ്ട്. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അല്പസമയത്തിനകം മുസ്ലിം യൂത്ത് ലീഗിന്റെ കൂടി പ്രതിഷേധം വരുന്നതോടുകൂടി ഒരുപക്ഷെ പോലീസിന് തടയാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സമര പരമ്പര തന്നെ തലസ്ഥാനത്ത് അരങ്ങേറുന്നു എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. വലിയ സമര പരമ്പര തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകുന്നു, തലസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് ആണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ദിവ്യ.